ആ പഞ്ചായത്താണ് 25 വർഷത്തിന് ശേഷം പിടിച്ചെടുത്തത്. എങ്ങനെയാണ് ഈ വിജയത്തെ കാണുന്നത്? ഷാഫി പറമ്പിൽ വരാതെയാണ് ഇത്രയും ജനങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞത്. വ്യക്തമായ മറുപടി ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ കൊടുത്തിരിക്കുകയാണ്. ഷാഫിയുടെ രക്തം വീണ മണ്ണിൽ ജനാധിപത്യ വിശ്വാസികൾ ബാലറ്റിലൂടെ മറുപടി പറഞ്ഞിരിക്കുകയാണ്. ഈ വിജയം UDFന്റെ വിജയമാണ്. UDFന്റെ വിജയം. UDF ഷാഫി 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിലെ യഥാർത്ഥ താരം, അതിലെ ഹീറോ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് ഷാഫി പറമ്പിൽ ആണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. എസ്പെഷ്യലി മലബാർ മേഖലകളില്, ഷാഫിയുടെ തട്ടകമായ വടകരയില് 20, 25, 30 വർഷക്കാലം സഖാക്കൾ അടക്കി ഭരിച്ച് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ CPMന്റെ പാർട്ടി ഓഫീസുകളാക്കി മാറ്റിയ വടകരയിലെ പല സ്ഥാപനങ്ങളും, എസ്പെഷ്യലി ഷാഫിയുടെ ചോര വീണ പേരാമ്പ്രയുടെ മണ്ണ്, ആ പേരാമ്പ്രയുടെ മണ്ണ് എന്ന് പറയുന്നത് നിലവിലെ MLA എന്ന് പറയുന്നത് TP രാമകൃഷ്ണനാണ്. ആരാണ് TP രാമകൃഷ്ണൻ? LDFന്റെ കൺവീനർ ആയിട്ടുള്ള TP രാമകൃഷ്ണൻ. ആ TP രാമകൃഷ്ണന്റെ തട്ടകമായ പേരാമ്പ്ര, ആ പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് UDF അങ്ങ് തൂക്കി. ഷാഫിയുടെ ചോര വീണ മണ്ണിന് UDFന്റെ പ്രവർത്തകര്, പ്രബുദ്ധരായ കേരളത്തിലെ ജനങ്ങള്, പേരാമ്പ്രയിലെ ജനങ്ങള് ബാലറ്റിലൂടെ, സമ്മതിദാനാവകാശത്തിലൂടെ അവർ വിധിയെഴുതി. ഈ TP രാമകൃഷ്ണന്റെ തട്ടകത്തില് പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് ഷാഫി തൂക്കി. ഇത് പേരാമ്പ്രയിലെ മാത്രം അവസ്ഥയല്ല കേട്ടോ. ഇത്തരത്തിൽ പല കേന്ദ്രങ്ങളും ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോട്ടക്കൊത്തളങ്ങളായി പാർട്ടി ഗ്രാമങ്ങളാക്കി കൊണ്ടുപിടിച്ച് നടന്നിരുന്ന പല കേന്ദ്രങ്ങളും തകർന്നടിഞ്ഞിട്ടുണ്ട്. അതിൽ CPMന് ഏറ്റവും അധികം വലിയ ആഘാതമുണ്ടാക്കിയ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന വടകരയും അതിന്റെ സമീപ പ്രദേശങ്ങളുമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇതേക്കുറിച്ച് സംസാരിച്ചതാണ്. അപ്പോ ഈ വടകരയുടെ മണ്ണില് ഷാഫി നടത്തിയ തേരോട്ടം, ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാക്കിയ സ്വാധീനം, ദ ഫാക്ടർ, ഈ തെരഞ്ഞെടുപ്പിലെ ഇമ്പാക്ട് ഉണ്ടാക്കിയ ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ അത് ഷാഫി പറമ്പിൽ എന്ന് തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പേരാമ്പ്രയുടെ മണ്ണില് ഷാഫിയുടെ മൂക്കടിച്ച് പൊട്ടിക്കാനുണ്ടായ കാരണം എന്താണ്? അത് പേരാമ്പ്രയിലെ ഗവൺമെന്റ് കോളേജ്, ആ കോളേജില് ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പില് UDFന്റെ മക്കൾ വിജയിച്ചു കയറി ആ യൂണിയൻ പിടിച്ചെടുക്കുന്നു. ആ കോളേജ് യൂണിയൻ UDFന്റെ മക്കൾ വിജയിച്ചു കയറുന്നു. ആ മക്കൾ നടത്തിയ ആഹ്ലാദ പ്രകടനം പേരാമ്പ്ര ടൗണിലൂടെ, അതിനെ തടയാൻ വന്ന സഖാക്കള്, അവർക്ക് നേരെ, ആ മക്കൾക്ക് നേരെ ഗ്രനേഡ് എറിഞ്ഞ പോലീസുകാര്, അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് UDFന്റെ പ്രവർത്തകര് പേരാമ്പ്രയുടെ മണ്ണിൽ നടത്തിയ പ്രതിഷേധ റാലി, അതിൽ മുന്നിൽ നിന്ന് നയിച്ച ഷാഫി പറമ്പില്, കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് ഷാഫിയുടെ മൂക്കിന്റെ പാലം അടിച്ചു പൊട്ടിച്ച സഖാക്കള്, ആ സഖാക്കള് ഈ യൂണിയൻ തെരഞ്ഞെടുപ്പില് UDFന്റെ മക്കൾ വിജയിച്ചു കയറിയത് അത് ഷാഫിയുടെ സ്വാധീനമായിരുന്നു. അതേ സ്വാധീനം പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിലും സംഭവിക്കുന്നു. ഇത് പേരാമ്പ്രയിൽ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ആ വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഒന്നടങ്കം ഷാഫി സ്വാധീനം വലിയ അർത്ഥത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമ്പോ അത് ഇവരെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അതിവർ മുൻകൂട്ടി കണ്ടതുമാണ്. ജയരാജൻ ഏത് ഷാഫി, എന്ത് ഷാഫി എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും സഖാക്കള് നേരത്തെ കൂട്ടി കണ്ടതാണ് ഇതൊക്കെ എന്നുള്ളതാണ്. അപ്പോ ഈ വിജയം എന്ന് പറയുന്നത് ഷാഫിയുടെ ഒരു 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 തേരോട്ടത്തിന്റെ ബാക്കി പത്രമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്കാർക്കും വേണ്ട. കാരണം ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി അത്രമാത്രം സ്വാധീനമാണ് ഈ വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് പാലക്കാട്ട് നിന്ന് വണ്ടി കയറി വടകരയിൽ കാലുകുത്തിയ ആ നിമിഷം മുതൽ വടകരയുടെ ജനങ്ങളുടെ മനസ്സിൽ ഷാഫി പറമ്പിൽ കയറി കൂടി എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പാലക്കാട് നിന്ന് വണ്ടി കയറി വടകര പാർലമെന്റിൽ മത്സരിക്കാൻ ഒരുങ്ങുന്ന ഷാഫി പറമ്പില്, ഈ വടകര പാർലമെന്റിൽ ഉൾപ്പെടുന്ന കൂത്തുപറമ്പ്,
തലശ്ശേരി, വടകര, കുറ്റ്യാടി, നാദാപുരം, പേരാമ്പ്ര, കൊയിലാണ്ടി. ഇതിൽ വടകരയിൽ KK രമയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള 6 അസംബ്ലി മണ്ഡലങ്ങളിലും വിജയിച്ച് കയറി നിയമസഭയിലേക്ക് യാത്ര തിരിച്ച MLA-മാർ എന്ന് പറയുന്നത് അത് LDF-ന്റെ MLA-മാരാണ്. വടകരയൊഴികെ, വടകരയിൽ മാത്രമാണ് UDF-ന്റെ പിന്തുണയോടുകൂടി മത്സരിച്ച RMPയുടെ TP-യുടെ സഹധർമ്മിണി KK രമ വിജയിച്ച് കയറിയത്. ആ വടകര നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ, വടകര നിയമസഭാ മണ്ഡലം മാറ്റി നിർത്തി കഴിഞ്ഞാൽ കൂത്തുപറമ്പും തലശ്ശേരിയും, കുറ്റ്യാടിയും നാദാപുരവും, പേരാമ്പ്രയും കൊയിലാണ്ടിയും എല്ലായിടത്തും വിജയിച്ചു കയറിയത് LDF-ന്റെ MLA-മാരാണ് എന്നുള്ളതാണ്. അതിലിപ്പോ കൊയിലാണ്ടിയുടെ MLA ആണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയത്. അപ്പോ അങ്ങനത്തെ ഒരു മണ്ഡലത്തിൽ നിന്നാണ് ഷാഫി പറമ്പിൽ 1,14,506 വോട്ടിന് വിജയിച്ചു കയറുന്നത്. അവിടെ തന്നെ നിങ്ങൾ LDF കൺവീനർ TP രാമകൃഷ്ണൻ MLA-യുടെ മണ്ഡലമായ പേരാമ്പ്രയിൽ ഷാഫി പറമ്പിലിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 19,000-ലധികം വരുന്ന വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. 19,000-ലധികം വരുന്ന വോട്ടിന്റെ ഭൂരിപക്ഷം. ആ വടകര പാർലമെന്റ് മണ്ഡലത്തിലാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഷാഫി ഫാക്ടർ എന്താണെന്ന് സഖാക്കൾ തിരിച്ചറിയുകയും അനുഭവിക്കുകയും ചെയ്തത്. ഈ തിരിച്ചറിവ് സഖാക്കൾക്ക് മുമ്പുണ്ടായിട്ടുണ്ട്. അത് ശൈലജ 8 നിലയിൽ പൊട്ടിയപ്പോൾ തന്നെ ആ തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. ആ തിരിച്ചറിവാണ് പല രീതിയിലും പലതിനെയും ഷാഫി പറമ്പിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുവാൻ സഖാക്കൾ പരിശ്രമിക്കുന്നതും പണിയെടുക്കുന്നതും നമ്മൾ കണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഷാഫിയിലേക്ക് കൂട്ടിച്ചേർക്കുവാൻ, രാഹുലിന്റെ ഹെഡ്മാഷാണ് ഷാഫി എന്ന് വരുത്തി വെക്കുവാൻ, രാഹുൽ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പളാണ് ഷാഫി പറമ്പിൽ എന്ന് വരുത്തി വെക്കുവാനുള്ള പല ശ്രമങ്ങളും പല അധിക്ഷേപങ്ങളും പലയിടത്തു നിന്നും നമ്മൾ കണ്ടു. അത് ഈ തിരിച്ചറിവുകളുടെ ഭാഗമായിരുന്നു. ശൈലജയെ പരാജയപ്പെടുത്തിയ ഷാഫി ഒരു അപായമാണ്, അപകടമാണ് സഖാക്കളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് സഖാക്കൾ പണ്ടേ തിരിച്ചറിഞ്ഞതാണ്. പക്ഷേ ആ തിരിച്ചറിവ് അവരുടെ അനുഭവത്തിലേക്ക് എത്തുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പോടു കൂടിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ പേരാമ്പ്ര 10, 20, 25 വർഷമായിട്ട് പേരാമ്പ്ര പഞ്ചായത്ത് എന്ന് പറയുന്നത് സഖാക്കള് പാർട്ടി ആഫീസ് പോലെ ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് തദ്ദേശ ഭരണ സ്ഥാപനത്തെ പാർട്ടി ആഫീസാക്കി മാറ്റി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ഇടമാണ്. ആ പേരാമ്പ്രയിലാണ് ഷാഫിയുടെ ഒരൊറ്റ സ്വാധീനം കൊണ്ട് മാത്രം UDF അധികാരത്തിലേക്ക് എത്തുന്നത്. പേരാമ്പ്രയിൽ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ് അതിന്റെ മറുപടി. ഈ പറയുന്ന വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം ഷാഫിയുടെ തേരോട്ടം സഖാക്കൾ അനുഭവിച്ചറിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ പരമാർത്ഥം. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പില് ഈ റിസൾട്ട് വരുന്ന ദിവസം ഷാഫി ഉള്ളത് ഡൽഹിയിലാ. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിൽ ഉണ്ടായിരുന്ന ഷാഫി അവിടെ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് പറന്നെത്തി കോഴിക്കോടിന്റെ മണ്ണിലേക്ക്. എന്തിനാ? താൻ ഇത്രയും ദിവസം പണിയെടുത്ത് വിജയിപ്പിച്ചെടുത്തവരെ ഒന്ന് അനുമോദിക്കാൻ വേണ്ടിയിട്ട്, സഖാക്കളുടെ കണ്ണിലെ കരടാവാൻ വേണ്ടിയിട്ട് ഷാഫി ഡൽഹിയിൽ നിന്ന് പറന്നെത്തി. അത് കഴിഞ്ഞ് ഷാഫി വീണ്ടും ഡൽഹിക്ക് പോയി. ഇന്നിപ്പോ പാർലമെന്റ് സമ്മേളനത്തില് പ്രിയങ്ക ഗാന്ധി, മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവിന്റെ പേര് വെട്ടിയതിനെ കുറിച്ച് ഘോരം സംഘപരിവാർ കേന്ദ്രങ്ങളുടെ കരണത്തടിച്ചു കൊണ്ടിരിക്കുമ്പോ അതിന്റെ തൊട്ടു പിന്നിലായിട്ട് ബെഞ്ചിലടിച്ച് ആഘോഷിക്കാൻ ഷാഫി പറമ്പിൽ പാർലമെന്റിന്റെ അകത്തുണ്ട് എന്നുള്ളതാണ്. ഇവിടെ പലരും പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഡൽഹിക്ക് പോകുമ്പോ അവിടെ താമസിക്കാൻ വേണ്ടി ഫ്ലാറ്റ് വരെ വാങ്ങിയവരാണ് തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുമ്പ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ആ ഫ്ലാറ്റിൽ ഡൽഹിയിൽ ചെന്ന് താമസിക്കാനുള്ള യോഗമുണ്ടായില്ല. മറിച്ച് നഷ്ടവിലക്ക് ആ ഫ്ലാറ്റ് ഡൽഹിയിൽ മറിച്ച് വിൽക്കേണ്ടി വന്നു KK ശൈലജയ്ക്ക്. അതാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഇമ്പാക്ട് എന്നുള്ളത്. അതാണ് ഈ തെരഞ്ഞെടുപ്പില് വടകരയുടെ മണ്ണിൽ നമ്മൾ കണ്ടതും. അല്ലേ? ഞാനിപ്പോ ഒരു ഉദാഹരണം പേരാമ്പ്ര മാത്രം പറഞ്ഞു എന്നുള്ളൂ. ചങ്ങരോത്തും മാണിയൂരും അങ്ങനെ നിരവധി. അതിലേറ്റവും എനിക്ക് തോന്നുന്നു വളരെ വളരെ സസൂക്ഷ്മം ആകാംക്ഷയോടുകൂടി നോക്കിക്കണ്ട ഒരു വിജയം എന്ന് പറയുന്നത് എന്താണ്? റീമ കുന്നുമ്മൽ എന്നോ അങ്ങനെ എന്തോ പറഞ്ഞ് ഒരു 10-23 വയസ്സുള്ള ഒരു യുവതിയുടെ വിജയമുണ്ട്. ഒരു യുവജന സംഘടനയുടെ നേതാവ് ഹരിതയുടെ
അത്തരത്തിൽ ഒരുപാട് വിജയങ്ങൾ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ, കോട്ടകളാണെന്ന് പറഞ്ഞ് സഖാക്കൾ അടക്കി ഭരിച്ചു കൊണ്ട് നടന്ന പല കോട്ടകളും ഷാഫി പറമ്പിൽ തകർത്ത് തരിപ്പണമാക്കി എന്നുള്ളതാണ്. അതിൽ പേരാമ്പ്ര ഒന്നാണ്, കായക്കുടി മറ്റൊന്നാണ്, ചങ്ങരോത്തും മറ്റൊന്നാണ്, പിന്നെ ചാത്തോത്തുമംഗലം മറ്റൊന്നാണ്. അങ്ങനെ ഒരുപാടധികം അതിലുണ്ട്. ഇതൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷെ പേരാമ്പ്രയുടെ മക്കൾക്ക് മറ്റൊരു ഒരു പ്രതികാരത്തിന്റെ, മധുര പ്രതികാരത്തിന്റെ, ജനാധിപത്യ രീതിയിൽ അവർ പ്രതികാരം നടത്തിയതിന്റെ കഥകളാണ് പേരാമ്പ്രയുടെ മക്കൾക്ക് പറയാനുള്ളത്. കാരണം എന്താ, ആ പേരാമ്പ്രയുടെ മണ്ണിൽ വെച്ചാണ് അവരുടെ നെഞ്ചിൽ കൊണ്ടു നടക്കുന്ന ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന യുവജന നേതാവിന്റെ മുക്കിന്റെ പാലം സഖാക്കൾ അടിച്ച് പൊട്ടിച്ചത്. ആ പേരാമ്പ്രയുടെ മണ്ണില് ആ ചോര വീണതിന്റെ മാസങ്ങൾക്കിപ്പുറം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പതിറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ടി വന്നില്ല. വെറും ദിവസങ്ങൾക്കുള്ളിൽ അതിന് പകരം ചോദിക്കാൻ, ജനാധിപത്യ പ്രക്രിയയിലൂടെ ആ ചോരത്തുള്ളികൾക്ക് പകരം ചോദിക്കാൻ പേരാമ്പ്രയുടെ മക്കൾക്കായി ഷാഫി പറമ്പിലിന് അതിൽ വലിയ സന്തോഷവും ആനന്ദവും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും എനിക്കില്ല.